പല ബിസിനസ്സുകാരും ഇപ്പോഴും ഡെവലപ്പ് ആവാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. ഈ ബിസിനസ് പ്രത്യേകിച്ച് ട്രഡീഷണൽ ഈ ഫാമിലി ബിസിനസ്സിലൂടെയൊക്കെ കടന്നു വരുന്ന ആളുകൾക്ക് ഈ ടാഞ്ചിബിൾ അസറ്റ് എന്താണ്, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താണ്, അല്ലെങ്കിൽ ഈ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഏത് രൂപത്തിലാണ് റിട്ടേൺ തരിക, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും കാര്യമായ ധാരണ ഇല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ നമുക്കൊരു വീട് നിർമ്മാണത്തിൻ്റെ ഒരു കാര്യം എടുക്കാം. വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് നിർമ്മാണത്തിന് വേണ്ട സാധനങ്ങൾ എന്താണ്? സിമെൻറ്റ് വേണം, കല്ല് വേണം, മണൽ വേണം, അല്ലെങ്കിൽ എംസാൻഡ് വേണം, കമ്പി വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ടാഞ്ചിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ. പക്ഷേ അവിടെ ഒരു എൻജിനീയറുടെ സർവീസ് ആവശ്യമുണ്ട് ഒരു വീട് നിർമ്മാണത്തിന്. അത് മുമ്പ് ആളുകൾ അംഗീകരിക്കില്ലായിരുന്നു. കാരണം എൻജിനീയർ എന്തിനാണ് എൻജിനീയർ എന്നുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നു. അവിടുന്ന് മാറി എൻജിനീയർ അംഗീകരിച്ച് തുടങ്ങി. പക്ഷേ ഇപ്പോഴും ഒരു ആർക്കിടെക്റ്റിൻ്റെ സാന്നിധ്യം അംഗീകരിച്ചു കൊടുക്കാത്ത ഒരുപാട് പേരുണ്ട്. ഒരു ആർക്കിടെക്റ്റ് എന്ത് വാല്യൂ ആണ് ഒരു വീടിന് അഡീഷണൽ ആയിട്ട് തരിക എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ധാരണ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു ആർക്കിടെക്റ്റിൻ്റെ സേവനം വേസ്റ്റ് ആണെന്നാണ് അവർ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഈ കരിയർ കൗൺസിലിങ്ങിൻ്റെ കാര്യം എടുക്കാം. ഇപ്പോൾ നമുക്കൊരു കോഴ്സിന് പോകണം. അപ്പോൾ കോഴ്സിന് പോകുന്ന കോഴ്സ് ഫീ അതെന്തെങ്കിലും അടക്കേണ്ടതാണ്. കാരണം ആ കോളേജ് അവർ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കണം. അപ്പോൾ പിന്നെ എന്തായാലും ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള മെറ്റീരിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏത് കോളേജ് സെലക്ട് ചെയ്യണം എന്നുള്ള വിഷയത്തിൽ ഞാനൊരു കരിയർ കൗൺസിലറുടെ ഒപ്പീനിയൻ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിനോടുള്ള എന്താ പറയുക, ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഏതിനോടാണ് ഈ കുട്ടിക്ക് താല്പര്യമുള്ളതെന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനത്തെ ഒരു എഫേർട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്താ അതിനകത്ത് അയാൾക്ക് അതൊരു വാല്യൂ ഉള്ള സംഗതിയായിട്ട് ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരാൾ കരിയർ കൗൺസിലിംഗ് ഇല്ലാതെ ഒരു കോഴ്സ് സെലക്ട് ചെയ്തത് വഴി ഉണ്ടാകാൻ ചാൻസ് ഉള്ളൊരു കാര്യം എന്താണ്? മേ ബി അയാൾ തെറ്റായിട്ടുള്ളൊരു കോഴ്സ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാം. ഇത് രണ്ടും അയാളുടെ ഇപ്പോൾ ഒരു 5 ഇയർ കോഴ്സാണ് വിചാരിക്കാം. 5 ഇയർ കോഴ്സാണെങ്കിൽ 5 വർഷവും ആ 5 വർഷം നഷ്ടപ്പെടും. അതാണ് ഏറ്റവും വലിയ നഷ്ടം. അതിൻ്റെ പുറമെ അതിനുവേണ്ടി ചിലവാക്കിയ പണം, കോഴ്സ് ഫീ മാത്രമല്ല, അതിൻ്റെ പിന്നെ സൈഡിൽ കുറേ ചിലവുകൾ വരണം. ഹോസ്റ്റൽ ഫീസും ഫുഡും ട്രാവലുമായിട്ടുള്ള മറ്റ് എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നഷ്ടമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നഷ്ടം വന്നത്? ഒരു കരിയർ കൗൺസിലർക്ക് ഒരു 10,000-20,000 റുപ്യ കൊടുക്കുന്ന ആ ഒരു പൈസ സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുണ്ടാവുക. ബിസിനസ്സിനകത്ത് നമ്മളൊരു മൂവ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ലീഗൽ കൺസൾട്ടൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ഉണ്ടാവും, സ്ട്രാറ്റജി കൺസൾട്ടൻ്റ് ഉണ്ടാവും. ഇങ്ങനത്തെ ആളുകളുടെ സർവീസസിന് അവൈൽ ചെയ്യാതിരിക്കുന്നത് വഴി ലാഭമല്ല ഉണ്ടാവുക, അതുകൊണ്ട് നഷ്ടമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നതിൽ ഫെയിലിയർ ആവുന്നത് കൊണ്ടാണ് പലപ്പോഴും, പ്രത്യേകിച്ചും പല ട്രഡീഷണൽ ബിസിനസ്സുകളും ഫെയിലിയർ ആവുന്നത്. ഇപ്പോൾ വലിയ ബിസിനസ് ഹൗസ്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന വലിയ ബിസിനസ് ഹൗസ് ഉണ്ട്. കേരളത്തിലൊരു കാലത്ത് അടക്കി വാണിരുന്ന പല ബിസിനസ് ഹൗസസും ഇന്ന് അവരുടെ ഫാമിലിയിൽ ഇത്തരം അസറ്റുകളോട് നെഗറ്റീവ് സമീപനമുള്ളത് കൊണ്ട് അവരുടെ ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് പോലും പുതിയ ജനറേഷനിൽ വരുന്ന ബിസിനസ്സുകളോട് കോമ്പീറ്റ് ചെയ്താവുന്നില്ല. അങ്ങനത്തെ ബിസിനസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേരളത്തിൽ. അപ്പോൾ ഇത് ഈ ടാഞ്ചിബിൾ അസറ്റിനോട് മാത്രം, അല്ലെങ്കിൽ ബ്രിക്ക് ആൻഡ് മോട്ടർ എന്ന് പറയും ടെക്നിക്കലി, ഫാക്ടറി ബിൽഡ് ചെയ്യണം, അതിന് സിമെൻറ്റും കമ്പിയൊക്കെ ഉണ്ടാക്കി മെഷീനറി കൊടുത്ത് ഇറക്ട് ചെയ്തിട്ട് കമ്പനി ഫോം ചെയ്യുക എന്ന് പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുകയും പുതിയ കാലത്തിലെ സങ്കേതങ്ങളായിട്ടുള്ള മാർക്കറ്റിങ്ങിലുള്ള ടെക്നിക്കുകൾ, ഫിനാൻഷ്യൽ മോഡലിങ്, ബിസിനസ് മോഡല്, ബിസിനസ് സ്ട്രാറ്റജീസ്, ഇത്തരം കാര്യങ്ങളോടൊക്കെ നല്ലതല്ലാത്ത സമീപനം. പല ബിസിനസ്സുകളും ഫെയിലർ ആവുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ എന്ത് ചെയ്യില്ല, ഇപ്പോൾ മാർക്കറ്റിംഗ് റിസോഴ്സ്, ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ഇൻ്റർവെൻഷന് ബിസിനസ് വിജയിക്കാൻ ആവശ്യമാണ് എന്നുള്ളത് അറിയില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇതിനകത്ത് ഫിസിക്കൽ അസറ്റ്, ഒരു ഫാക്ടറി ഇറക്ട് ചെയ്തിട്ട് അതിനകത്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന വരെയുള്ള കാര്യങ്ങളിൽ മാത്രമേ അവർ കാണുള്ളൂ. മേ ബി അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലും കൂടി കണ്ടേക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അതിന് ഏകദേശം ഒരു പക്ഷേ ആ കമ്പനി ഇറക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ചിലവിന് തുല്യമായിട്ടുള്ള സംഖ്യക്ക് ചിലവ് വേണ്ടി വരും. അത്രയും വലിയൊരു മാർക്കറ്റിലേക്ക് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇനീഷ്യലി അങ്ങനത്തെ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അതിന് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക, അതിന് കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാതിരിക്കുന്ന രൂപത്തിലുള്ള ഒരു ടെൻഡൻസി. ഇത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ ബിസിനസ്സുകൾ പരമ്പരാഗതമായി ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒരു ഇഷ്യൂ ഉള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ,
കാലങ്ങളായിട്ട് അത് പിന്നെ റിസൾട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാറിയ സാഹചര്യത്തിൽ പക്ഷേ കുറേയും കൂടി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പുറത്ത് വരുമ്പോൾ അങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ ഈ കോമ്പറ്റീറ്റീവ്നെസ് ബിൽഡ് ചെയ്യുന്ന, റിസൾട്ടിൻ്റെ മുകളിൽ ഫോക്കസ് ചെയ്യുന്ന, നേരത്തെ ബെഞ്ചും ഡെസ്കും കെട്ടിടങ്ങളും പിന്നെ മാത്രം ഉണ്ടായാൽ പോരല്ലോ, അതിനകത്ത് ഈ കോമ്പറ്റീറ്റീവ് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന, പിന്നെ റിസൾട്ടിലേക്ക് ഓറിയൻറ്റ് ചെയ്യുന്ന, പിന്നെ കുട്ടികളുടെ കോംപ്രഹെൻസീവായിട്ട് ഡെവലപ്മെൻറ്റിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള, പിന്നെ ഇൻ്റർനാഷണലി പിന്നെ അക്രഡിറ്റേഷൻ കിട്ടുന്ന രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇവർ പോകുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമുള്ള സംഗതിയാണ്. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സംവിധാനം. ഈ കമ്പ്യൂട്ടറിൻ്റെ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ഹാർഡ്വെയർ മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ലല്ലോ, സോഫ്റ്റ്വെയറും കൂടി ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. കമ്പ്യൂട്ടർ അപ്പം ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു മനസ്സിലാക്കൽ ഈ ആളുകൾ, പ്രത്യേകിച്ച് പരമ്പരാഗതമായിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ബിസിനസ് വെഞ്ചേഴ്സോ നടത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഒരു R&D പോലെ. ഇപ്പം R&D എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര വെയിറ്റുള്ളൊരു വേർഡാണ്. ഞാനതിനെ ഒരു ലളിതമാക്കിയിട്ട് പറയാം. ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ഫുഡ് ബിസിനസ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് ഒരു മേ ബി 10 ആയിട്ടുള്ള ഒരു മെനു ഉണ്ട് വിചാരിക്കാം. ആ 10 ആയിട്ടുള്ള മെനു, ആ മെനു തന്നെ ഞാൻ എല്ലാ കാലത്തും കൊടുക്കും. അപ്പോൾ തുടങ്ങിയപ്പോൾ അതാണ്, പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ട് അതാണ്, 10 കൊല്ലം കഴിഞ്ഞിട്ടും അതാവാൻ പറ്റില്ലല്ലോ. ഒരു എക്സ്പെരിമെൻറ്റ് നടക്കണം, പുതിയ ഫുഡ് ടേസ്റ്റിൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്തണം. അപ്പോൾ അങ്ങനെ ഫുഡ് ടേസ്റ്റിൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന സമയത്ത് കുറേ മെറ്റീരിയൽ വേസ്റ്റ് ആവും, കുറേ എഫേർട്ട് വേസ്റ്റ് ആവും. മേ ബി ഒരു ഷെഫിൻ്റെ ഒരു ഹാഫ് ഡേ അതിനൊക്കെ ചിലവാകും. അത് ആ ഹാഫ് ഡേയിൽ പരീക്ഷിക്കാൻ വേണ്ടി കുറേ മെറ്റീരിയൽ വേസ്റ്റ് ആവും. അങ്ങനത്തെ ഒരു എഫേർട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതുമ കൊടുക്കാൻ പറ്റില്ല. പുതുമ കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുകയും അതിനകത്തേക്ക് പിന്നെ ശ്രദ്ധയും അതിനകത്തേക്ക് പണവും പിന്നെ അതിനകത്തേക്ക് അധ്വാനവും ചിലവാക്കുന്ന ഒരു മോഡൽ ബിസിനസ്സുകാർ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാ ബിസിനസ്സുകളെ സംബന്ധിച്ചിട്ടും ഉണ്ട്. പിന്നെ ഹെൽത്ത് കെയറിലാണെങ്കിൽ ചികിത്സാ രീതികൾ, അതിനെക്കുറിച്ചുള്ള ഇപ്പം നമ്മൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ആളുകൾക്ക് പുതിയ ആ മേഖലയിൽ വരുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അറിവുകൾ കൊടുക്കണം. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഏരിയയിലുള്ള ആളുകൾക്ക്, ഹോസ്പിറ്റാലിറ്റി മേഖലയിലുള്ള ആളുകൾക്ക്. ഇപ്പോൾ ഞങ്ങളൊരു തവണ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ഒരു 5 സ്റ്റാർ റിസോർട്ടിൻ്റെ ഒരാൾ നമ്മളെ സമീപിച്ചു കൺസൾട്ടേഷൻ റിക്വയർമെൻറ്റിന്. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ് അവർ ലാഭത്തിലാണ്, പക്ഷേ അവർ വിചാരിച്ച ലാഭത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചെന്ന സമയത്ത് മനസ്സിലായ ഒരു കാര്യം, അവരുടെ റിപ്പീറ്റഡ് വിസിറ്റുകൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ റിപ്പീറ്റഡ് വിസിറ്റുകൾ ഉണ്ടാകുന്ന രൂപത്തിൽ അതിനെ ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ടീമിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള സമീപനം ആവശ്യമുണ്ട്. അപ്പോൾ അത് പറയുന്ന സമയത്ത് അവർക്കത് മനസ്സിലാവുന്നുണ്ട്, ഇതിൻ്റെ ലീഡർഷിപ്പിനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അവർ വെഞ്ചർ ചെയ്യുന്നത് വഴി അവരുടെ ഇഷ്യൂസിന് അവർ പിന്നെ പരിഹാരം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ അർത്ഥത്തിലുള്ള ഒരു സമീപനം, പുതിയ കാര്യങ്ങളിലേക്ക് പോകുന്ന, മാറുന്ന ടേസ്റ്റിനനുസരിച്ചിട്ട് മാറുന്ന രൂപത്തിൽ കാര്യങ്ങൾ മാറ്റം വരുത്തക്ക രൂപത്തിലുള്ള സമീപനം, അതായത് ഈ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാത്ത രൂപത്തിൽ മാനേജ്മെൻറ്റുകൾ ചിന്തിച്ചാൽ മാത്രമേ അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുള്ളൂ. ഈ R&D എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് വേറൊരു ആസ്പെക്റ്റ് വരുന്നത്, ഈ ഒരു കമ്പനി അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ R&D സെക്ഷൻ ആയിട്ടുള്ള ഒരു സാധനം, ഇപ്പം അത് ഇറ്റ് കുഡ് ബി ഡിസൈൻ സ്റ്റുഡിയോ പോലത്തെ സംവിധാനമാവാം, അല്ലെങ്കിൽ പ്യുവർ R&D പോലത്തെ സംവിധാനമാവാം, അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് ലാബ് പോലത്തെ സംവിധാനമാവാം. ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തു വിചാരിക്കാം. അതുകൊണ്ടുണ്ടാകാവുന്ന മാറ്റം എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു R&D ഫെസിലിറ്റി വന്നു കഴിഞ്ഞാൽ വളരെ ഇന്നോവേറ്റീവ് അല്ല, ആ മേഖലയിലുള്ള വളരെ ഇന്നോവേറ്റീവ് അല്ല, ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് വളരെ യുണീക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും, ഇവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന. സാധാരണഗതിയിൽ ഒരു പ്യുവർ R&D ലാബിൽ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇവർ ലാഭകരമായി നടക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മേ ബി ഈ കമ്പനി വിൽ ബി എന്താ പറയുക, ഹൈലി വലിയൊരു പൊസിഷനിലേക്ക് എലവേറ്റ് ചെയ്യപ്പെടും പിന്നൊരു സമയത്ത്. അങ്ങനെ എലവേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം നഷ്ടമാകാനുള്ള കാരണം നമ്മൾ ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നോക്കുന്നില്ല എന്നുള്ളതാണ്.